ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു റാഗി ഇഡ്ഡലി, റാഗി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി റാഗിയല്ല, കുറച്ച് അരി കൂടി ചേർക്കും. അപ്പം നമുക്ക് ഇത് വളരെ ടേസ്റ്റാണ്, പോഷകസമൃദ്ധമാണ്. അരി ഇഡ്ഡലിയേക്കാളും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഇതാണ്. എനിക്ക് ഇതാണ് നല്ല ടേസ്റ്റും ഇഷ്ടവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, അപ്പം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ അവലാണ്. അതൊരു 10 മിനിറ്റ് മുമ്പേ, അരയ്ക്കുന്നതിന് 10 മിനിറ്റ് മുമ്പേ നമ്മൾ കുതിർത്ത് വെക്കണം. ഇത് അരി, 1/2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉഴുന്ന് 1 കപ്പ് കുതിർത്തെടുത്തത്, ഒരു 4-5 മണിക്കൂർ കുതിർക്കണം. കുതിർത്ത് ഞാനിങ്ങനെ നല്ലപോലെ വെള്ളം പോകാനായിട്ട് ഊറ്റി വെച്ചിരിക്കുകയാണ് അരിയും ഉഴുന്നും. അവൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കണം വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ ഈ അവൽ നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ അരി ചോറ് ചേർത്തരയ്ക്കുക. ഈ അരി അരയ്ക്കുമ്പോൾ വൈറ്റ് റൈസാണ് ചേർക്കുന്നത്. പിന്നെ ദോശയരിയോ ഇഡ്ഡലി അരിയോ അതേ ഉള്ളെങ്കിൽ അതും ചേർക്കാം. പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി ചേർക്കാം. അപ്പോൾ ഇത് അരച്ച് കൊണ്ടുവരാം. ഇത് അരിയും അവലും കൂടി അരച്ചതാണ്. അതിന് മൊത്തം ഞാൻ 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത്. 1 ടേബിൾ സ്പൂൺ അവലിൽ തന്നെ ഉണ്ടായിരുന്നു, അങ്ങനെ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്കിനി ഉഴുന്നരച്ച് കൊണ്ടുവരാം. ഉഴുന്ന് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാൻ. ഒറ്റയടിക്ക് നമ്മൾ വെള്ളം 1/2 കപ്പ് അങ്ങനെ ഒഴിക്കരുത്. കുറച്ച് 1/4 കപ്പ് വീതം, 1/4 കപ്പ് വീതം അങ്ങനെ അരച്ച് നല്ല തിക്കായിട്ട് അതും അരച്ചെടുക്കണം. കാരണം നമ്മുടെ ബാറ്റർ ദോശയേക്കായും കുറച്ചുകൂടി തിക്കായിരിക്കണം. ഇഡ്ഡലി ഈ കേക്ക് ബാറ്ററിനേക്കായും കുറച്ചുകൂടി ലൂസും ആയിരിക്കണം. അങ്ങനെയാണ് അരച്ചെടുക്കേണ്ടുന്നത്. അപ്പോൾ ഞാനിത് കൊണ്ടുപോയി അരച്ചിട്ട് കൊണ്ടുവരാം. ഇത് ഞാൻ അരച്ച് രണ്ടും കൂടി ഒരുമിച്ചാക്കി, ഉഴുന്നരച്ചതും അരി അരച്ചതും കൂടി ഒരുമിച്ചാക്കി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അത് മിക്സിയിലിട്ട് രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് കറക്കുകയോ, വലിയ മിക്സി ആണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളെ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിന് നല്ല സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അരിയും ആ ഉഴുന്നും കൂടി ഒന്ന് ചേരണം. പിന്നെ ഇതുപോലെ കണ്ട ഇതിങ്ങനെ കുറച്ച് കട്ടിയായിരിക്കണം. അപ്പോൾ എനിക്ക് 1 കപ്പ് വെള്ളം വേണ്ടി വന്നു ഈ ഉഴുന്നരയ്ക്കാനായിട്ട്, കുറേശ്ശെ ഒഴിച്ചപ്പോൾ. അപ്പോൾ നിങ്ങളുടെ മിക്സിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒഴിച്ചതാ ഇതുപോലെ ഇങ്ങനെ കട്ടിക്ക് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തങ്ങ് വെച്ചിട്ട് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ റാഗി പൗഡർ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഇനി നമുക്ക് റാഗി എടുക്കാം. ഇത് റാഗി ഞാൻ എടുക്കുന്നത് 24 മന്ത്ര ഓർഗാനിക് റാഗിയാണ് കേട്ടോ. പിന്നെ ഓർഗാനിക് തത്വ കിട്ടുമെങ്കിൽ അതായാലും മതി. അതല്ല 2 ഓർഗാനിക് കിട്ടിയില്ലെങ്കിൽ സാധാ റാഗി പൗഡർ വാങ്ങിക്കാൻ കിട്ടും, അതെടുക്കുക. ഈസ്റ്റേണ്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്ന 1/2 കപ്പാണ്. അതിൽ ഞാൻ അല്പശ വെള്ളം ഒഴിച്ച് നല്ല ഒരു തിക്ക് പേസ്റ്റ് പോലെ ആക്കിയെടുക്കും. അതും നമ്മൾ ഒറ്റയടിക്ക് ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മളിതിനെ കുഴച്ചെടുക്കണം. ഭയങ്കര ഈസിയാണെന്ന് മനസ്സിലായില്ലേ? അരി അരയ്ക്കുന്നു, ഉഴുന്നരയ്ക്കുന്നു, മിക്സ് ചെയ്യുന്നു. നമ്മൾ ഈ റാഗി പൗഡർ മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കുന്നു. ഇതിനെനിക്കൊരു 1/4 കപ്പ് വെള്ളം വേണ്ടി വന്നു. കറക്റ്റ് 1/4 കപ്പ് വെള്ളം കൊണ്ടാണ് ഞാൻ ഈ റാഗി കുഴച്ച്. ഇനി നമുക്ക് ഇതും കൂടി ആ അരിയും ഉഴുന്നും അരച്ചതിൻ്റെ കൂടെ ചേർത്ത് അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നതാണ്, അതാണ് നല്ലതെന്നാണ് പറയണത്. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതും കൂടി മിക്സ് ചെയ്ത് 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നമ്മളൊരു 7-8 മണിക്കൂർ വെച്ചേക്കണം. നല്ല ചൂട് സമയമാണെങ്കിൽ, ചൂട് സമയം അല്ലെങ്കിൽ ചിലപ്പോൾ 12 മണിക്കൂറൊക്കെ വേണ്ടി വരും. ആദ്യം ഞാനിതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കും. ഇതിൻ്റെ കട്ടി കണ്ട, കുറച്ച് കട്ടി. രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കട്ടിയാണെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ചേർക്കണം. ഒരുപാട് കട്ടിയാൽ നമ്മുടെ ഇഡ്ഡലി അങ്ങ് കട്ടിയായിപ്പോവും. ഇത് കണ്ട, ഞാൻ ഉപ്പും ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിനെ അടച്ചു വയ്ക്കും. പക്ഷേ ടൈറ്റായിട്ട് നമ്മൾ അടച്ചു വെക്കരുത്. ഒരല്പം സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ അടച്ചു വയ്ക്കാൻ. അപ്പം ഞാനിതിവിടെ ഒരു 12-13 മണിക്കൂറൊക്കെ വയ്ക്കും. കാരണം തണുപ്പ് സീസൺ ആയതുകൊണ്ട് ഇവിടെ. ഞാൻ ഈ ഒരു സൈഡിൽ അല്പം തുറന്നാണ് ഇരിക്കുന്നത്. ഇതിപ്പം 13 മണിക്കൂർ കഴിഞ്ഞ്. 13 മണിക്കൂർ കഴിഞ്ഞ് മാവ് പൊങ്ങി വന്ന് ഇനി ഒരു തവി കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കും. എന്നിട്ട് ഉപ്പ് നമുക്ക് ഈ മാവ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരല്പം ഒരു ദോശ പോലെ ഒരു ഫ്രൈയിങ് പാനിൽ ഒഴിച്ച് നോക്കിയിട്ട് കഴിക്കുമ്പോൾ നമുക്കറിയാം ഉപ്പില്ലെന്ന്. അപ്പം നമ്മൾ കുറച്ചുകൂടി ഉപ്പിട്ടാൽ മതി. ഇത്
ഇച്ചിരി കട്ടിയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർക്കണം ഇതിന്. ഇനി ഇതിന് ഞാൻ കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർക്കാൻ പോകും. ഇത് കുറച്ച് കട്ടിയുണ്ട്. കുറച്ചുകൂടി വെള്ളം ചേർത്തൊന്ന് ലൂസാക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കാം. അത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ദോശ ചുട്ട് നോക്കാം. എന്നിട്ട് ഇഡലിയാകും. കാരണം ഇഡലി എല്ലാം കൂടെ നമ്മൾ ഒരു തട്ടിൽ മുഴുവൻ ഇഡലി ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ഉപ്പില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലരിങ്ങനെ മാവ് നോക്കിയാൽ അറിയാൻ പറ്റും. എനിക്കതറിയാൻ പാടാണ്. അപ്പം ഒരല്പം ഒരു ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ടൊരു ദോശ പോലെ ചുട്ടിട്ട് ഞാൻ നോക്കും ഉപ്പുണ്ടാകുന്നു. കുറച്ചുകൂടി വെള്ളം ചേർക്കണം. കാരണം കുറച്ചുകൂടി ഒന്ന് ലൂസാവണം. നല്ല കട്ടിയുണ്ട് ഇതിന്. പിന്നെ നമ്മൾ അരി അരയ്ക്കുമ്പോൾ നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ പഞ്ഞി പോലെ അരയ്ക്കരുത്. അതിനൊരു ചെറിയ തരി പോലെ നമ്മളെ ഈ പുട്ടിൻ്റെ മാവ് കിടക്കില്ല, അത്ര ഇല്ലെങ്കിൽ ഒരു തരി പോലെ കിടക്കും, റവ പോലെ. ഇഡലിക്ക് അരയ്ക്കുമ്പോൾ നമ്മൾ നല്ല പഞ്ഞി പോലെ അരയ്ക്കാൻ പാടില്ല. ദോശയ്ക്കാണെങ്കിൽ അരി നല്ല പഞ്ഞി പോലെ അരയ്ക്കാവൂ. ഇനി നമുക്കിത് ഇഡലി ഉണ്ടാക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കുക. പിന്നെ ചില ഉപ്പിനാണെങ്കിൽ നല്ല ഉപ്പായിരിക്കും, ചില ഉപ്പിനാണെങ്കിൽ ഉപ്പ് കുറവായിരിക്കും. അപ്പം നിങ്ങളുടെ ഉപ്പ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ 1 ടീസ്പൂൺ തലേ ദിവസം ഇട്ട് വെച്ചിട്ട് പിന്നെ അടുത്ത ദിവസം നോക്കിയിട്ടേ ചേർക്കാവേ. അപ്പോൾ ഇത് നല്ലോണം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കുണ്ടാക്കാം. ഞാൻ ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ച ശേഷമാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇതിനകത്ത് എനിക്കൊരു 7 എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ ഒന്ന് തടവി കൊടുക്കുക, അല്ലെങ്കിൽ ഇളകി വിട്ട് വരത്തില്ല ഇഡലി. ഇതിൽ കുറേശ്ശെ ഒഴിച്ച് അങ്ങ് നിറഞ്ഞു പോകണ്ട, കാരണം ഇഡലി പൊങ്ങി വരുമല്ലോ. കുറേശ്ശെ നമ്മൾ ഒഴിച്ചിട്ട് ആ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കും. ഞാനടുത്ത് വെക്കാൻ പോയത് വലിയ പാടാണ്. 2 സൈഡിൽ പിടിച്ചാണ് എടുക്കുന്നത്. അതേ സാധാ ഇഡ്ഡലി പാത്രത്തിന് അതിൻ്റെ നടുക്കായിരിക്കും നമ്മളിങ്ങനെ പിടിച്ചെടുത്ത് വെക്കുന്നത്. ഇതിന് 2 സൈഡും ആയതുകൊണ്ട് ഇത് വലിയ പാടാണ് അടുപ്പിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. അടുത്തതും കൂടെ ഞാൻ ഒരു തട്ടിലും കൂടിയിട്ട് ഒഴിച്ച് വയ്ക്കുക. ഇതും കൂടി ഒഴിച്ച് ഇതിലും വെച്ച് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചായിരുന്നു. അപ്പോൾ ഞാനിത് 2 തട്ടും അതിനകത്തോട്ട് വെച്ച് കൊടുത്ത് നമ്മളിത് അടച്ച് വെച്ച ശേഷം 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കണം. 10 മിനിറ്റ് നോക്കുമ്പം ഒരു ഈർക്കിൽ നമ്മുടെ ഈ ടൂത്ത് പിക്ക എന്തെങ്കിലും വെച്ച് അല്ലെങ്കിൽ ഫോർക്ക വെച്ച് ഇങ്ങനെ കുത്തി നോക്കപ്പം അതിനകത്ത് ഒട്ടും പറ്റിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് പോലെ അത് വെന്തെന്നാണ് അർത്ഥം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടി വെച്ച് കൊടുത്താൽ 10 മിനിറ്റ് മതിയാവും ഇത് നന്നായിട്ട് വന്നിട്ട്. അത് നോക്കുമ്പോൾ നമുക്കറിയാം ഒട്ടും അതില്ല. അപ്പോൾ നമ്മുടെ ഇഡലി വെന്തു. ഇനി നമ്മളിതെടുത്ത് പുറത്ത് വെച്ച ശേഷം നന്നായിട്ട് വെള്ളം കുടയണം. ഇതിനകത്ത് വെള്ളം കുടഞ്ഞിട്ട് അവിടെ വെച്ചേക്കണം. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കാം. ഈ തണുക്കുന്ന സമയത്ത് നമുക്ക് ചട്നി ഉണ്ടാക്കാം. പിന്നെ സാമ്പാറുണ്ടെങ്കിൽ സാമ്പാറിനോട് നല്ല ടേസ്റ്റാണ്. കടലക്കറി കഴിക്കാം, എല്ലാം കഴിക്കാം. അപ്പം നമ്മൾ ഒരു തവണ ഉണ്ടാക്കി ആ പാത്രം നന്നായിട്ട് കഴുകി ആ ഇഡലിത്തട്ട് കഴുകി തുടച്ച് എണ്ണ പുരട്ടിയ ശേഷം അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. നന്നായിട്ട് തണുത്ത ശേഷം ഇളക്കിയെടുക്കാനും പാടുള്ളൂ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബൈ.